നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സില് +2 ഹിന്ദി വിദ്യാർത്ഥികൾക്ക് ഒരു പാഠം പഠിപ്പിക്കുകയും അതിന്റെ നോട്ട്സ് അയച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പാഠത്തിന്റെ പേര് മാതൃഭൂമി, എഴുതിയത് മൈഥിലി ശരൺഗുപ്ത്. എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടായിരിക്കും. വായിച്ചു നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ രണ്ടാമത്തെ പാഠത്തിലേക്ക് കടക്കുന്നു. പാഠത്തിന്റെ പേര് ബേട്ടി കെ നാം ജവാബി പത്ര. പാഠത്തിന്റെ പേര് ബേട്ടി കെ നാം ജവാബി പത്ര. എഴുതുന്നത്, ഈ കത്ത് എഴുതുന്നത് ബഹദൂർ ഷാ ജബ്ബർ. ബഹദൂർ ഷാ ജബ്ബറാണ് ഈ പാഠം തയ്യാറാക്കിയിട്ടുള്ളത്. പാഠത്തിന്റെ പേര് ബേട്ടി കെ നാം, ബേട്ടി കെ നാം ജവാബി പത്ര. ബേട്ടി കെ നാം ഒരു ജവാബി പത്രാണ്. എഴുതിയത് ബഹദൂർ ഷാ ജബ്ബറാണ് ഈ കത്ത് എഴുതുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ആ പാഠത്തിന്റെ ആമുഖമായിട്ട് നമുക്ക് പഠിക്കാം. 1947 के पूर्व 1947 1947 മുൻപ് दो सदियों तक 2 നൂറ്റാണ്ടുകളോളം ഭാരത് ബ്രിട്ടീഷ് രാജ്യക്കെ അധീനത. ഭാരതം ബ്രിട്ടീഷ് രാജ്യത്തിന്റെ, ബ്രിട്ടീഷ് ഭരണത്തിന്റെ അധീനതയിലായിരുന്നു. AD 1600 ബ്രിട്ടീഷ് ഭരണം ഭാരതത്തിൽ വന്നത്. എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. നാം പഠിക്കുന്ന പാഠഭാഗം ബേട്ടി കെ നാം. ആ ബേട്ടി കെ നാം എന്ന് പറയുന്ന കത്ത് പഠിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് നാം പഠിക്കുന്നു 1947. ഹിന്ദിയിൽ അതിനെ 1947 के पूर्व മുൻപ് 2 സദിയാം 2 നൂറ്റാണ്ട് വരെ ബ്രിട്ടീഷുകാര് ഇവിടെ ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു ഭാരതം. भारत को स्वतंत्रता बनाने के लिए न जाने कितनों ने अपनी जान की कुर्बानी दी. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അറിഞ്ഞും അറിയാതെയും എത്രയോ ആൾക്കാര് താന്താങ്ങളുടെ ജീവത്യാഗം, കുർബാനി, തന്റെ ബലി, തന്റെ ജീവത്യാഗം ചെയ്യേണ്ടി വന്നു. ഇതിഹാസ സാക്ഷി ഹെക്കി. അടുത്ത ചരിത്രം നമുക്കൊരു സാക്ഷിയാണ്. 1857 से 1857 1857 से ഭാരതിക്ക് സ്വതന്ത്രത की लड़ाई शुरू हुई थी. അപ്പൊ ഭാരതത്തില് ആദ്യമായിട്ട് സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരത്തില് നാം പരാജയപ്പെട്ടുപോയി. ഇതിഹാസിക്ക് പന്നേക്ക യക്ക് ഹിസ്സ. ഇതിഹാസ ചരിത്രത്തിന്റെ താളുകളുടെ ഈ ഭാഗം നിങ്ങളുടെ മുൻപില് അവതരിപ്പിക്കുന്നു. നോക്കാം. ബ്രിട്ടീഷ് സർക്കാരിനെ, ബ്രിട്ടീഷ് ഗവൺമെന്റ് 1857 സ്വതന്ത്രതാക്കി പഹലി ലഡായിക്കോ, സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ സമരത്തെ പരാജയപ്പെടുത്തി. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു 1857 മുതൽ ഭാരതത്തില് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ, വൈദേശിക ഭരണത്തിനെതിരെ ഇവിടെ സമരം നടക്കുകയായിരുന്നു. എന്തായിരുന്നാലും 1857 സ്വതന്ത്രതാക്കി പഹലി ലഡായിത്തോ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷുകാര് അവര് ദില്ലിക്ക്
അന്തിമ മുഗൾ ബാദശാഹ്. അപ്പൊ ബഹദൂർ ഷാ സദ്ബറിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. അദ്ദേഹം ഡൽഹിയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സദ്ബർ കോ ഡിസംബർ മാസം 4 1858 മഗർ നാമക്ക് ബ്രിട്ടീഷ് യുദ്ധബോധസെ മഗർ എന്നു പേരായ ബ്രിട്ടീഷ് യുദ്ധബോധ് അർത്ഥം യുദ്ധക്കപ്പലില് യുദ്ധബോധ് നോക്കേണ്ട സെന്റൻസ് ആണ്. യുദ്ധക്കപ്പലില് റംഗൂൺ ഭേജ് ദിയ, റംഗൂണിലേക്ക് അയച്ചു. അന്ന് ഭാരതത്തിൽ നിന്ന് നാട് കടത്തുന്നത് ബർമയുടെ ഒരു പ്രവിശ്യയായ റംഗൂണിലേക്കായിരുന്നു. റംഗൂൺ മേ മുൻപ് സക്ത് പഹരാദ. റംഗൂണിൽ അദ്ദേഹത്തിന് കഠിനമായ സക്ത്, വളരെ ഹാർഡായ ശക്തമായ ഒരു പഹരയായിരുന്നു, ഒരു കാവലായിരുന്നു. മിൽനേക്ക് ഇജാസത്തോ ദൂർ, ആരുമായിട്ടും അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. പുറം ലോകം കാണാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. വേ കുൽക്കർ കിസിസെ ബാച്ചിത്ത് ബി നഹീ കർ സക്താ. ഓർമ്മിക്കണം, അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു. സകല സുഖഭോഗങ്ങളോടും കഴിഞ്ഞിരുന്ന ഒരു ചക്രവർത്തിയെ ബ്രിട്ടീഷ് ഗവൺമെന്റ് 1858 പരാജയപ്പെടുത്തി റംഗൂണിലേക്ക് നാടുകടത്തി. ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തിന് ആരുമായിട്ടും ഒരു ബന്ധമില്ല, പുറം ലോകവുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമില്ല. ഇനി കിസിസെ ബാച്ചിത്തിക്ക് നഹീം കർ സക്തേ സക്ത നസർബന്ദി കെ ബാവജൂദ്, ശക്തമായ നസർബന്ദി കാവൽ, നസർബന്ദി സുരക്ഷ, ശക്തമായ സുരക്ഷ. അതോടൊപ്പം തന്നെ ബഹദൂർ ഷാ ജബ്ബറിനെ അപ്പനെ കുറിച്ച് ചിട്ടിയാൻ ദില്ലി പഹൂഞ്ചായി. ഇത്രയായിട്ട് കൂടി അദ്ദേഹം ചില കത്തുകള് ഏതോ തരത്തില് എങ്ങനെയോ അതിശക്തമായ കാവലിനിടയിൽ കൂടിയും അദ്ദേഹം തന്റെ കത്തുകള് ഡൽഹിയിൽ എത്തിച്ചു. കുൽസും ജമാനി ബേഗം ബഹദൂർ ഷാ ജബ്ബർ കി ബഡി ബേട്ടി ബി, അദ്ദേഹത്തിന്റെ മൂത്ത മകളുടെ പേരാണ് കുൽസും. നോക്കി വെച്ചോളാം, കുൽസും ജമാനി ബേഗം, മകളുടെ പേര് കുൽസും ജമാനി ബേഗം. അദ്ദേഹത്തിന്റെ മൂത്ത പുത്രിയായിരുന്നു. വേ ദില്ലിമേ അംഗ്രേസോങ്കി കൈതുമേന്തി, അവരും ബ്രിട്ടീഷുകാരുടെ തടവിലായിരുന്നു, പക്ഷേ അത് ഡൽഹിയിലായിരുന്നു. ഉനോന്നെ കിസി തരഹ്സെ, ഏതോ പ്രകാരത്തില് ഒരു കത്ത് അപ്പനെ കൈദി ബാപ്പുക്കോ, തന്റെ കൈദിയായ തടവിൽ കിടക്കുന്ന തന്റെ അച്ഛന് കൈദി ബാപ്പുക്കോ റംഗൂൺ ഭേജാദ, റംഗൂണിലേക്ക് അയച്ചു. ഉസ്കെ ജവാബമേ, അതിന്റെ മറുപടിയായിട്ട് ലിഖി ഗയി ചിട്ടി യഗാം പേഷ് കെ. കണ്ട, ഉസ്കെ ജവാബമേ, മറുപടിയായിട്ട് എഴുതിയൊരു കത്താണ് നാം ഇവിടെ അയക്കുന്നത്, വായിക്കുന്നത്, പഠിക്കുന്നത്. നോക്കിക്കോളേ, ബേട്ടിക്കേന പ്യാരി മിടിയ, എന്റെ പ്രിയപ്പെട്ട മകളെ സംബോധന. കത്തെഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോ ആദ്യം നമ്മൾ വെക്കേണ്ടത് സംബോധന, സല്യൂട്ടേഷൻ വെക്കുന്നു. പ്യാരി മിടിയ, എന്റെ പ്രിയപ്പെട്ട മകളെ, തുമ്നെ അപ്പനെ കൈദി ബാപ്പുക്കോ കത്ത് ഭേജ, നീ തടവിൽ കിടക്കുന്ന, കൈദിൽ കിടക്കുന്ന, കൈതർത്ഥം തടവിൽ കിടക്കുന്ന, ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന നിന്റെ അച്ഛന് ബാപ്പുക്കോ ഒരു കത്ത് അയച്ചു. കത്ത് ഭേജ, കത്ത് ക്യാ ഭേജ, കത്ത് എന്തിനാണ് നീ അയച്ചത്, എങ്ങനെയാണ് അയച്ചത്? മേരി ജാൻ, അല്ലയോ എന്റെ പ്രിയപുത്രി, എന്റെ ജീവൻ, മേരി ജാൻ. ആംസുനാമാദ, ആ കത്ത് എങ്ങനെയുള്ളതായിരുന്നു? ആംസുനാമ, വേദന നിറഞ്ഞതായിരുന്നു. ദർദ് ഭരി ചിട്ടീതി. ഇനി ബേട്ടേനെ പദകൃത സുനായ ഏക ദഫാ സുനാ, ഒരിക്കൽ വായിച്ചു. ബേട്ടേനെ പട്കർ, ഇത് വായിച്ചു ഞാൻ. പട്കർ സുനായ, കേൾപ്പിച്ചു. ഏക ദഫാ സുന, ഒരു പ്രാവശ്യം ഞാനിത് കേട്ടു. ജീനഭര, എന്റെ മനസ്സ് നിറഞ്ഞില്ല.
ഫിർ കഹാ ബേട്ടാ ഫിർ. ആ സുനാത്താ ഫിറാ സുനാ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. എത്ര തന്നെ വായിച്ചിട്ടും എനിക്ക് ഈ കത്തിലെ ഉള്ളടക്കങ്ങള് എന്റെ മനസ്സിനകത്ത് ഒരുപാട് വേദന നിറയിപ്പിച്ചു. ഏകദഫ ഫിർ പഴേ, ഒരു തവണ ഒരു പ്രാവശ്യം വീണ്ടും അത് വായിച്ചു. ക്യാലികാവും ബേട്ടിക്ക് മുച്ചുപ്പർ, ഞാൻ എന്തെഴുതട്ടെ എന്റെ പൊന്നുമോളെ, മുച്ചുപ്പർ തുമാരെ കത്ത് ക്യാ അസർ ഹുവാ, നിന്റെ കത്തിന്റെ സ്വാധീനം, അസർ എന്തൊക്കെയായി, അസർ എന്തൊക്കെയാണ്. തേൻ ദഫ സുന്നേക്കെ ബാദ് ഭി, 3 പ്രാവശ്യം ഈ കത്ത് കേട്ടതിന് ശേഷം ദിൽക്കോ, എന്റെ മനസ്സിന് വീണ്ടും കരാർ നഹിയായ കരാർ, ഒരു റിലീഫ്, ഒരു ആശ്വാസം എനിക്ക് തോന്നിയില്ല. സച്ച് കൽത്തി ഹോ, ഞാൻ ഉള്ളത് പറയട്ടെ, സച്ച് കൽത്തി ഹോ, ദില്ലി വാലെ മുച്ചുക്കോ രോത്തെ ഹോങ്കെ, ദില്ലി വാലെ ഡൽഹിക്കാര് എന്നെ കുറിച്ച് ചിന്തിച്ച് മുച്ചുക്കോ രോത്തെ ഹോങ്കെ, വേ ക്യായകനകീം ജാന്തേക്ക് മൈ ഭി ഉൻകോ രോത്താകും. അവർക്കറിയാം, ഒരുപക്ഷെ അവർക്ക് അറിഞ്ഞൂടായിരിക്കും, അവരെ കുറിച്ച് ചിന്തിച്ച് ഞാനും കരയുന്നു. എന്നെ കുറിച്ച് ചിന്തിച്ച് എന്റെ പ്രജകള് കരയുന്നതോടൊപ്പം തന്നെ എന്റെ പ്രജകളെ കുറിച്ച് ചിന്തിച്ച് ഞാനും കരയുന്നു. നൈന്തോ ജിന്ദാബൈട്ടാകും, പ്രജകളെ അറിയിക്കുക, ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു, ജിന്ദാബൈട്ടാകും. വേത്തോ ബിന ആയി മൗത്ത് മർഗയെ, ഞാൻ ജീവിച്ചു മരിക്കുന്നു. അങ്ങനെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ മരണം അനുഭവിക്കുന്നു. കിത്തനോകെ ബാപ്പ്, എത്രയോ ആൾക്കാരുടെ, എത്രയോ ജനങ്ങളുടെ അച്ഛൻ. കിത്തനോകെ ബേട്ടെ, എത്രയോ ജീവികളുടെ മനുഷ്യരുടെ പുത്രന്മാര്. കിത്തനോകെ എത്രയോ പേരുടെ സഹോദരന്മാര്. ഫാൻസി തൂക്കുമരത്തില് തൂക്കിലേറ്റി, ഫാൻസിയാമ്പർ ചടുകയ. കിത്തനെ ബച്ചേ, എത്രയോ കുട്ടികള് യത്തീം ഹോഗേ, യത്തീം അനാഥരായി മാറി. യത്തീം ഹോഗേ, യത്തീം അനാഥര്, അനാഥകളായി മാറി, ഒരു ഉത്തരവാദിത്വമില്ലാത്തവരായി മാറി. കിത്തനി ഔരത്തെ, എത്രയോ സ്ത്രീകള് ബേവാ ഹോഗൈ, ബേവാ വിധവകളായി മാറി. ബേവാ ഹോഗൈ ഖർ ലൂട്ട് പാട്ട് ഗയെ, വീടും സ്വത്തും സമ്പാദ്യവും ഒക്കെ കൊള്ളയടിക്കപ്പെട്ടു. ഇനി എല്ലായിടത്തും ഒരുതരം എന്തെന്നില്ലാത്ത കള്ളക്കേസുകള് എല്ലാവരിലും ചുമത്തപ്പെട്ടു. അതുകൊണ്ട് ഹംസയാരോയെ ഇതൊക്കെ കേൾക്കുമ്പോ ജനതയുടെ, ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ ഡൽഹിക്കാരുടെ ദുഃഖവും ദുരിതവും കേട്ടപ്പോ ഞാൻ എന്ത് ചെയ്യട്ടെ? ഹംസേ, ഞാൻ ചിരിക്കട്ടോ? യാ രോയേ, കരയട്ടോ? കോയി ഫായദാനകി, യാതൊരു പ്രയോജനമില്ല. ഹം സബ് കാലേപാനി മേഘ, നമ്മളെല്ലാം ഇന്ന് നാട് കടത്തപ്പെട്ടു. കാലേപാനി അർത്ഥം നാട് കടത്തുക. നാട് കടത്തപ്പെട്ടിരിക്കുന്നു. അപ്പനെ വതൻ ദില്ലി സെ സൈക്കിളോ കോസ് ദൂർ, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ഡൽഹിയിൽ നിന്ന് 100 കണക്കിന് മൈല് ദൂരെയാണ്. ഖർസേ ജുദ, വീട്ടിൽ നിന്ന് നാം അകന്നു. അവർ ഐസേ ജുദാക്കി അബ് ജീത്തേജി, നമ്മുടെ ജീവൻ ഇരിക്കുന്നിടത്തോളം കാലം കിസിസേ മില്ലേക്കി, ആരെയും കാണുവാനുള്ള ആസ്നഹിയും ആശയില്ല. മുച്ച യാദായ, എനിക്ക് ഓർമ്മ വരുന്നു, ജബ തുമാരി ഷാദി ഹുയി थी और गालिब और जौക്കിനെ തുമാരി ബാരാത്തിക്ക് അഗ്വാനിക്ക് ശേഖരെ ലിഖേദേ, നിന്റെ കല്യാണ സമയത്ത് ഗാലിബും ജൗക്കും നിന്റെ ബാരാത്തിക്ക്, ബാരാത്ത് വിവാഹ ഘോഷയാത്ര, ആ വിവാഹ ഘോഷയാത്രയിലേക്ക് അഗ്വാനിക്ക് സഹാരി, അഗ്വാനി അവരൊപ്പം പിന്തുടർന്നിട്ട് യാ ലിഖേദേ, ഈ കത്തെഴുതി. ഞാൻ എന്തെല്ലാമാണ് ഇപ്പൊ ഞാൻ ഓർമ്മിച്ചു പോകുന്നത്. ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഞാൻ ഏകദഫാക്കി ബാത്തസെ മുഴുകിപ്പോയി. എന്റെ മനസ്സിനകത്ത് നിന്നെക്കുറിച്ചുള്ള ചിന്ത, നിന്നെക്കുറിച്ചുള്ള വിശ്വാസം, നിന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, കുടുംബക്കാരെ കുറിച്ചുള്ള വേദന
ഞാൻ സ്നേഹിച്ച എന്നെ സ്നേഹിക്കുന്ന എന്റെ നാട്ടുകാരെ കുറിച്ച് എന്റെ പ്രജകളെ കുറിച്ചുള്ള വേവലാതി ഞാൻ ഒരുപാടൊക്കെ അനുഭവിക്കുന്നു. ക്യാ ഖബർ കി യഹ ഖത്ത് തുംകോ മിലേഗാ ഭി യാ നഹി. ഞാൻ വിശ്വസിക്കട്ടെ, എനിക്ക് വിവരം കിട്ടുമോ എന്ന് അറിഞ്ഞൂടാ. ഈ കത്ത് നിന്റെ കയ്യിൽ കിട്ടുമോ ഇല്ലേ എന്നറിയാം. സുന്ദാഹും വേയാത്മി ഫരോസേക്കെ കാബിൽ ഹെ. അവര് ആ അണുകിട അവര് നമ്മളെ ചലിക്കാൻ സമ്മതിക്കുന്നില്ല. ജിൻകെ ഹാത്ത് യഹ കത്ത് भेजा जाएगा लेकिन कितने की सख्त मैंने ऐसे देखे है. എത്രയോ തവണ ഞാൻ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. ജോ ആക്കിർമയും ദാഗാബാസ് ചതിയിലൂടെ, ഒരുതരം വഞ്ചനയിലൂടെ, ഒരുതരം ഒളി പ്രവർത്തനത്തിലൂടെ ദൂസരോങ്കെ ഭേജേ ആ ജാസൂസ് സാബിതുകയും ജാസൂസ് എന്ന് ചാരനെന്ന് തെളിയിക്കപ്പെട്ടു. ലേഖിനിസ് കത്തനെ മെയിൻ ഐസ ലിഖാഹിക്കാം. ഞാൻ എന്തെഴുതട്ടെ? പലരുടെയും കൈകളിലൂടെ എഴുതിയ ഈ കത്ത് ഒരുപക്ഷെ നിന്റെ കൈകളിൽ എത്തിച്ചേരുന്നത്. ഞാൻ എന്തെഴുതട്ടെ? ന ഇസ്മേ അപ്പനെ മുൽക്കി എന്റെ പ്രദേശത്തിന്റെ കൊയ് ബാത്ത് ഹേന ഗൗർ മുൽക്കി ഹമരി കബ്ര. ഒരു പക്ഷേ എന്റെ ശവകുടീരം ആ കബ്ര പരദേശമയും ബനേഗി, വിദേശത്തായിരിക്കാം. നാട് കടത്തൽ, ജയിൽ കിടന്ന് തന്നെ ഒരു പക്ഷേ മേരി മൃത്യു, എന്റെ മരണം നടക്കുമായിരിക്കാം. അപ്പോഴെന്റെ കബറ്, എന്റെ ശവകുടീരം വിദേശത്തായിരിക്കാം. ലേക്കിൻ അഭിത്വഹം ആ ലക്കടിക്ക് ഫീഗി ഹുയി കബ്രമേ, തടി കൊണ്ടുണ്ടാക്കിയ നനഞ്ഞ ഒരു ശവക്കല്ലറയില് സിന്ദാഗീതപൻകെ ജീവിച്ചിട്ട് ഞാൻ മരിക്കുന്നു. അത്രയധികം ഇടുങ്ങിയ ഒരു മുറിയിലാണ് എന്റെ താമസമെന്നർത്ഥം. ജബ മർജായെങ്കിൽ തബ് ഫീ ഖബർമേ ഹോഗെ. ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേക്കും ഖബറിനുള്ളിലാണ്. കാരണം തടി കൊണ്ടുണ്ടാക്കിയ ഒരു ഇടുങ്ങിയ ഖബറിലാണ് എന്റെ ജീവിതം. തബ് ഫീ ഖബർമേ ഹി ഹോഗെ ബസ് ബേട്ടി ഖുദാ ഹാഫിസ്. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇത്ര എഴുതി കത്ത് മുഴുപ്പിക്കുന്നു. തുമാരെ കൈദി ബാപ്പിന് ലിഖുവായ. ഈ കത്തെഴുതിയത് തുമാരെ നിന്റെ കൈദി ബാപ്പിനെ, തടവിൽ കിടക്കുന്ന ആ അച്ഛൻ ലിഖുവായ എഴുതിപ്പിച്ചു. ഇതിനകത്ത് പുതിയ വേഴ്സ് പഠിക്കാനുണ്ട്, നോക്കിക്കൊള്ളണം. മേരി കോജ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. അനാഥ് അർത്ഥം യതീം. നോട്ട് ഇതിന്റെ കൂടെ കാണും, അതുകൊണ്ട് അത് എടുത്തു വെച്ച് വായിച്ചോളാം. സാന്ത്വന, കരാർ. കരാർ अदायद निम्नलिखित शब्दों की समानार्थी विदेशी शब्द पत्र में ढूंढ कर लिखे. निम्नलिखित शब्दों के താഴെ പറയുന്ന ശബ്ദങ്ങളുടെ സമാനാർത്ഥിയായ തുല്യമായ വൈദേശിക പദം, അറബി പദം, ഉറുദു പദം ഈ കത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കണം. അതിൽ ഒന്നാമത്തത് സമാനാർത്ഥി ശബ്ദമാണ്. ഒന്നാമത്തത് അനാഥ്, അതിന്റെ വിദേശി ശബ്ദ യതീം. സാന്ത്വന, കരാർ, ദേശ്, മുൽക്ക്, നാശ്, തബാഹി, സംഭാവന, ഗുഞ്ചായിസ, വിധവ, ദേവ, ബാർ, ദഫ, ഇനാം, തോഫ, യോഗ്യ, കാബിൽ, വ്യക്തി, സക്സ്, ചിന്ത, ഫിക്ർ. ഇത്രയും നമ്മൾ നോക്കി വെക്കണം. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാം. ഒന്നാമത്തത് അനാഥ്. എന്തെഴുതും? വൈദേശിക ശബ്ദം യതീം. യതീം അത് പറയുമ്പോ ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കണം. ശബ്ദ ശക്തി. ഹിന്ദിയില് ശബ്ദമുണ്ട്. തത്സമ, തദ്ഭവ, ദേശജ്, വിദേശജ്. അങ്ങനെയാണ് ഹിന്ദി ശബ്ദ ഭണ്ഡാർ. ഹിന്ദിയിലെ ശബ്ദ ഭണ്ഡാർ. ഒന്ന് തത്സമ, രണ്ട് തദ്ഭവ, മൂന്ന് ദേശജ്, നാല് വിദേശജ്. ഇതാണ് ഹിന്ദിയിലെ
ശബ്ദഭണ്ഡാർ. ഇവിടെ നമ്മള് ദേശീയ ഭാഷയാണ് നോക്കുന്നത്. ആദ്യത്തെ ദേശീയ ഭാഷ അനാദ്, അതിലെ വിദേശി ശബ്ദ യതീം. രണ്ടാമത്തെ ദേശീയ പദം സാന്ത്വന, വിദേശി ശബ്ദ കരാർ. മൂന്നാമത്തത് ദേശ്, അടുത്തതിന്റെ വിദേശി ശബ്ദ മുൽക്ക്, നാശ്, തബാഹി, സംഭാവന, ഗുഞ്ചായിസ, വിധവ, ബേവ, ബാർ, ദഫ, ഇനാം, തോഫ, യോഗ്യ, കാബിൽ, വ്യക്തി, സക്സ്, ചിന്ത, ഫിക്ർ. ഇത്രയും നോക്കി വെക്കണം. ഇനി നമുക്കതിന്റെ നോട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നോട്ടൂടെ ഇതിനോടൊപ്പം അയക്കും, അതുകൂടെ നോക്കി ഇരുന്ന് പഠിച്ചോളാം. കൈദി ബാപ്പുക്കോ അപ്പനി ബേട്ടി കാ ഖത്ത് ഏക് ആംസു നാമാദാക്യോ. കൈദിയായ ബേട്ടിക്ക് എന്തുകൊണ്ടാണ് അപ്പനി ബേട്ടി കാ ഖത്ത് ഏക് ആംസു നാമാദ, കണ്ണുനീര് നിറഞ്ഞെന്ന് പറയാൻ കാരണം, അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിലെ വൺവേർഡ് നോക്കണം. മുഗൾ ശാസക ബാദശാഹ് ജബ്ബർ കോ, ബഹദൂർ ഷാഹ് ജബ്ബർ കോ പകലി സ്വതന്ത്രതാ കി ലഡായി മേ പരാസ്ത കർക്കെ കഹാം ഭേജാ ഗയാ. ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെയാണ്? റങ്കൂണില്. ഉൻകാ റങ്കൂൺ മെയിൻ ഭേജേ ഗയ യുദ്ധ ബോധക്ക നാം ക്യാ ഹൈ? യുദ്ധക്കപ്പലിന്റെ പേര് മഗർ. മഗർ. 3. കിസിനെ കൈദി ബാപ്പുക്കോ കത്ത് ഭേജ. ബേട്ടീനെ, ബേട്ടിയുടെ പേരെന്തോന്ന്? കുൽസും ജമാനി ബേഗം. അടുത്ത ബേട്ടി സെ ഭേജേ ഹുയെ കത്ത് പിതാക്കോ കൈസാ ലഗ. ഏക്ക് ആസൂനാമ ലഗ. ആ കത്ത് ആസൂനാമയായി തോന്നി, വേദന നിറഞ്ഞ നൃത്തം. കിസിനെ കത്ത് പട്കർ സുനായ. ബേട്ടേനെ, ബേട്ടേനെ सम्राट की बेटी की बारात की अगवानी के सेहरे किसने लिखे? किसने लिखे? एलियद गाली भौर जाऊ, गाली भौर जाऊ। लकड़ी का पुराना सा मकान कैसा था? 2 कमरों वाला, बरसात में टपकने वाला मकान, टपकने वाला मकान। राजा ने इनाम के बदले मुसलमानों को क्या दिया? मालिक का हार, मालिक का एक हार. ഇത്രയാണ് അതിൽ വൺ വേർഡ് ആയിട്ട് വരാനുള്ളത്. അത് നമ്മൾ നോക്കി വെച്ചോളാം, നോട്ടിൽ അയച്ചു തരും. അടുത്ത मालिक का हार देने की कर्जा आधार कर दिया। कैदी बापू को अपनी बेटी के, कैदी बापू को अपनी बेटी का कत्ल ये कामसू नामादा क्यों? बाप और भाइयों के प्रति बेटी के मन में जो प्यार था उसका पूरा चित्रण, उसका पूरा चित्रण, पूरा चित्रण पत्र में ही है। वो प्यार अब वेदना बन गया क्योंकि उसके पिताजी अब कोसों दूर पर है। उसके खत की पंक्तियां पिता के मन में बेटी की जीती यादें जगाती गए. ഇത് നിങ്ങൾ കേൾക്കുമ്പോ നോട്ട് ഫ്രണ്ടിൽ വെച്ചോളാം. നോട്ടും കൂടെ ഇതിന്റെ കൂടെ അയക്കും. ഫ്രണ്ടിൽ വെച്ച് വായിച്ച് നോക്കിക്കോളാം. ചോദ്യം, കൈദി ബാപ്പുക്കോ, തടവിൽ കിടക്കുന്ന അച്ഛന് അപ്പനെ ബേട്ടി കാ കത്ത്, തന്റെ പുത്രിയുടെ കത്ത് ഏ കാംസൂനാമാത, കണ്ണുനീർ നിറഞ്ഞതായിരുന്നു. കൈദി ബാപ്പിന്, അച്ഛൻ ജയിലിലാണ്, ജയിലിൽ കിടക്കുന്ന അച്ഛന് തന്റെ പുത്രിയുടെ കത്ത് വേദന നിറഞ്ഞതായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ബാപ്പ് और भाइयों के प्रति, ബാപ്പ് और भाइयों के प्रति, അച്ഛനും തന്റെ സഹോദരങ്ങളോടും ബേട്ടിക്ക് മന്മയും പുത്രിയുടെ മനസ്സിനുള്ളില് ജോ പ്യാർദ, ഒരുതരം വല്ലാത്ത പ്യാർ ഉണ്ടായിരുന്നു, സ്നേഹം. ഉസ്കാ പൂരാ ചിത്രൻ, അതിന്റെ പൂർത്തീകരണം, പൂർണ്ണമായ ചിത്രീകരണം പത്രമേഹ, കത്തിലൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. വഹ പ്യാർ, ആ സ്നേഹം, ആ സ്നേഹം അബ്ബ് വേദനാബൻ ഗയാഹേ, ഇന്ന് എന്തായി മാറുന്നു? വേദനയായി മാറുന്നു. അത്രയധികം വാത്സല്യം അച്ഛന് പുത്രിയോടുണ്ടായിരുന്നു.
ആ ചോദ്യത്തിന്റെ അർത്ഥവും അത് തന്നെയാണ്. ക്യോങ്കി ഉസ്കെ പിതാജി അബ് കോസോം ദൂർ പർ ഹൈ. അച്ഛനെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. അച്ഛൻ ഇന്ന് റെങ്കൂണിലാണ് അച്ഛൻ. അതുകൊണ്ട് മഗർ എന്നു പേരായ നാട് കടത്താൻ വേണ്ടി ഉപയോഗിച്ച യുദ്ധക്കപ്പലിലാണ് അച്ഛനെ റെങ്കൂണിലാക്കിയത്. അത് ഒരു പൊളിഞ്ഞ തടി കൊണ്ടുണ്ടാക്കിയ ഒരു ജയിലറയില്. ഇതൊക്കെ കേട്ടപ്പോ ആ മകൾക്ക് അച്ഛനെ കാണണമെന്നുണ്ട്. പക്ഷേ പിതാജി അബ് കോസോം ദൂർ പർ ഹൈ ഉസ്കെ കത്തിക്ക് പന്തിയാ. തന്റെ പുത്രിയുടെ കത്തിന്റെ വരികള് പിതാക്കെ മന്നയും അച്ഛന്റെ മനസ്സിനുള്ളില് ബേട്ടിക്ക് ജീത്തിയാതെ പുത്രിയുടെ പഴയ ഓർമ്മ, താൻ ലാളിച്ച് ഓമനിച്ച് വളർത്തിയ തന്റെ കുട്ടിയുടെ ജീത്തിയാതെ ജാഗത്തികെ ഉണർന്നു വരുന്നു. അടുത്ത് ദില്ലി വാലെ മുച്ചുക്കോ രോത്തേ ഹോങ്കെ मैं भी उनको रोता हूं. यहाँ शासक का कौन सा गुण प्रकट होता है. കണ്ട, ഡൽഹിക്കാർ, ദില്ലി നിവാസികള് ചക്രവർത്തി ആയിരുന്ന എന്നെ കുറിച്ച് ചിന്തിച്ച് കരയുമായിരിക്കാം. ഞാനും അവരെ കുറിച്ച് ചിന്തിച്ചു കരയുന്നു. എന്താണ് ഇവിടെ അത് ധ്വനിപ്പിക്കുന്നത്? ഒരു ഭരണാധികാരിയുടെ ഏതൊക്കെ ഗുണങ്ങളാണ് ഇവിടെ പ്രകടമാകുന്നത്? सच्चा शासक हमेशा प्रजा का सुख एवं फलाई चाहता है. കണ്ട, ഒരു യഥാർത്ഥ ഭരണാധികാരി, ഒരു യഥാർത്ഥ ഭരണാധിപൻ തന്റെ പ്രജകളുടെ സുഖവും നന്മയുമാണ് ആഗ്രഹിക്കുന്നത്. ബഹദൂർ ഷാഹ് ജബ്ബർ ഏക സച്ചാ ശാസകത. ബഹദൂർ ഷാഹ് ജബ്ബർ ഒരു യഥാർത്ഥ ഭരണാധികാരിയാണ്. ഒരു യഥാർത്ഥ ഭരണാധികാരി ആയതുകൊണ്ടാണ് റങ്കൂണിൽ കിടക്കുന്ന തന്റെ മുൻകാല രാജാവിനെ കുറിച്ച്, ചക്രവർത്തിയെ കുറിച്ച് ഡൽഹി നിവാസികൾ കണ്ണീരൊഴുക്കുന്നതും രാജാവ് ഇപ്പോഴും പ്രജകളെ കുറിച്ച് ചിന്തിക്കുന്നതും. അടുത്ത് കൈദിയോങ്ക കർജ് ആധാർ കാ ദിയ. കർജ് ആധാർ കാ ദിയ. കൈദിയോങ്ക എന്തെല്ലാമാണ് ആ തടവുകാരുടെ ആ ജീവിത സാഹചര്യം നോക്കാം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈദ് കെ ദിൻ കുछ മുസൽമാനോ ने ബാദശാഹു को कुछ തോഫേ ദിയേ. ഈദ് വരുമ്പോ ചില മുസ്ലിങ്ങള് ചക്രവർത്തിക്ക് ചില തോഫ കൊടുക്കും, ഇനാം കൊടുക്കും. തോഫേ ദിയേ. ഉൻകെ ബദലെ രാജാനെ ഉനെ മാലിക ഏക് ഹാർ, മാലിക ഏക് ഹാർ, മല്ലികയുടെ ഏക് ഹാർ ഇനാം കെ രൂപമേ, ഇനാമിന്റെ രൂപത്തിൽ ദിയ. एक जानकर अंग्रेजों ने सोचा मुगलों के पास മുഗളന്മാരുടെ കൈവശം ബഹുത്ത് സ്യാദ ഈ ഹാർ കൊടുത്തപ്പോ, ആ പവിഴ ഹാർ കൊടുത്തപ്പോ സ്യാദ ജവാഹരത്തുക ധാരാളം രത്നങ്ങളുണ്ട്, ജവാഹരത്തുണ്ട്. ഇസ്ലിയെ കൈദിയോങ്കോ കർജ് അദാക്കർ ദിയാ ഗയ. അങ്ങനെയാണ് കൈദികൾക്ക് ആ കടം അദാക്കർ ദിയ. അടുത്ത യഹ് കത്ത് തുംകോ മിലേഗി യാ നഹി. യഹ് കത്ത് തുംകോ മിലേഗി യാ നഹി. നഹി बादशाह के मन में ऐसा शक क्यों उभरा होगा? अंग्रेजों के सरकार की गूढ़ राजनीति के तोहफे से, धोखे से, इंग्लिश സർക്കാരിന്റെ ഗൂഢമായ രാഷ്ട്രീയത്തിന്റെ ധോക്കെ से, ധോക്ക അർത്ഥം ചതി, ധോക്കെ से ചതിയാൽ, വഞ്ചനയാൽ काम चलाते थे. जासूसों को वेश बदलकर, ചാരന്മാര് വേഷം മാറി वेश बदलकर बादशाह के अनुजर के रूप में, चक्रवर्तिയുടെ അനുജറിന്റെ രൂപത്തില് രംഗത്തേത്. ധോക്ക ദേനെ വാലെ ജാസൂസ്, ധോക്ക ചതിക്കുന്ന ചാരന്മാര് ആരൊക്കെയാണ്? ഇസ്കാ പദാബി നഹീ ചല. അതുകൊണ്ടാണ് ബാദശാഹ്ക്ക് ശക് ഹുവ. ഈ കത്ത് ആരുടെയൊക്കെ കയ്യിൽ കിട്ടുമെന്നുള്ളത് രാജാവിന്, ചക്രവർത്തിക്ക് സംശയം തോന്നാൻ കാരണം. അപ്പൊ ചക്രവർത്തിയുടെ സംശയത്തിന്റെ കാരണമാണ് ഈ പറഞ്ഞത് മുഴുവനും.
അപ്പൊ ചക്രവർത്തി തന്റെ മകൾക്ക് എഴുതുന്ന കത്ത്, ആ മകൾക്ക് എഴുതുന്ന കത്താണ് നാം ഇപ്പോ പഠിച്ചത്. ബേട്ടി കെ നാം, ബേട്ടി കെ നാം. അത് കഴിഞ്ഞിട്ട് കൂടെ ഒരു ജവാബി പത്രമുണ്ട്. അപ്പൊ ഈ യൂണിറ്റില് 2 പാഠം തീർത്തിട്ടുണ്ട്.